ഫ്ലിപ്കാർട്ടിൽ പണ്ടൊരു ഓഫർ സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മാസത്തിൽ ഒരെണ്ണം മാത്രമായിരുന്നേ. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ ബിഗ് ബില്യൺ ഡേയ്സ് ഉണ്ടല്ലോ, അതിനുശേഷം മാസത്തിൽ 2 or 3 ഒക്കെയാണ് ഓഫർ സെയിലുമായിട്ട് ഫ്ലിപ്കാർട്ട് വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ബിഗ് ബഡ്ജറ്റ് ധമാലങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദേ ഇപ്പോൾ വീണ്ടും അടുത്തൊരു ഓഫർ സെയിലുമായിട്ട് ഫ്ലിപ്കാർട്ട് എത്തിയിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ സെയിൽ ജാനുവരി 14 മുതൽ 19 വരെയാണ് ആക്ച്വലി ഈ ഒരു സെയിൽ നടക്കുന്നത്. എന്നാൽ ഇപ്പോഴേ സാധനം അങ്ങോട്ട് അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിൽ നമുക്ക് എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ കാർഡിന് ഓഫേഴ്സ് ഉണ്ട്. ഇനി അതല്ല, നമ്മുടെ ഈ ഒരു ഓഫർ സെയിലിൽ 1000 രൂപയ്ക്ക് ഉള്ളിൽ ഏതൊക്കെ വന്നാൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ ഏതൊക്കെ വന്നാൽ വാങ്ങിക്കാം. ഇനി അതല്ല 2000, 2500 ഈ ഒരു ബജറ്റ് റേഞ്ചുകളിൽ വന്നാൽ ഞാൻ ഏതൊക്കെയായിരിക്കും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൊരു സംഭവം മാത്രമാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ജേഴ്സി ചെയ്യുന്നുണ്ട്, കൊള്ളാവോ? പ്രത്യേകിച്ച് ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല രസമുണ്ടല്ലേ. ഇത് കാണാൻ മാത്രമല്ല കേട്ടോ, ഇടുമ്പോഴും നല്ല കംഫർട്ടാണ്. എന്താ പറയുക, ഇതൊരു മാസ്റ്റർ കോപ്പിയാണ്. അതായത് ഒറിജിനൽ എന്താണോ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആ ഒറിജിനലിൻ്റെ വില അല്ല. എന്തായാലും ഞാനിത് മേടിച്ചത് ജേഴ്സി വിങ്സ് 25 എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. പുതുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല വില കുറച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ മേടിക്കാൻ പറ്റുന്നത്. അവിടെ ആക്ച്വലി ഈ ഒരു മാസ്റ്റർ കോപ്പി മാത്രമല്ല, പ്ലെയർ വേർഷൻസ് ഉണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് മാസ്റ്റർ കോപ്പിയും പ്ലെയർ വേർഷനും ഒന്നും വേണ്ട, നോർമൽ ക്വാളിറ്റിയിലുള്ളൊരു ജേഴ്സി വേണം, അതാണെങ്കിൽ പോലും അവിടെ അവൈലബിൾ ആണ്. സോ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ജേഴ്സി വിങ്സ് 25. അപ്പോൾ ഇനി നമ്മുടെ റിപ്പബ്ലിക് ഡേ സെയിലിലേക്ക് വരണമെങ്കിൽ ജാനുവരി 14 മുതൽ 19 വരെയാണ് ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ്. കൂടാതെ ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉള്ളവർക്ക് 10% ഇൻസ്റ്റാന്റ് ഡിസ്കൗണ്ട് നമുക്ക് ഇതിലൂടെ കിട്ടുന്നതാണ്. ഇനി നിങ്ങളൊരു പ്ലസ് മെമ്പർ അല്ലെങ്കിൽ VIP മെമ്പർ ആണെങ്കിൽ 14 അല്ല 13 രാത്രി 12 മണി മുതൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തുടങ്ങാം. ഉറപ്പായിട്ടും പ്ലസ് എക്സ്ക്ലൂസീവ് സോണിനകത്ത് നമുക്ക് ഗെറ്റ് എക്സ്ട്രാ 2000 ഓഫിൽ നമുക്ക് വാച്ചുകൾ വാങ്ങിക്കാം. കൂടാതെ മിനിമം 70% നമുക്ക് ഫുഡ് വെയർസ് മേടിക്കാം. കൂടാതെ മറ്റുള്ള ഈ വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് 1 രൂപയ്ക്കും വാങ്ങിക്കാൻ പറ്റും. സോ നിങ്ങളൊരു പ്ലസ് മെമ്പർ അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക, ഒരു VIP മെമ്പർഷിപ്പ് എടുത്താൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ലാഭകരമായിരിക്കും കേട്ടോ. കൂടാതെ റഷ് അവേഴ്സ് ഉണ്ട്, അത് പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് ഫോർ പ്ലസ് ആൻഡ് VIP മെമ്പേഴ്സിനാണ് ഈ ഒരു റഷ് അവർ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യസ് ഐഫോൺ ഡെസ്റ്റിനേഷൻ ക്രേസിയസ്റ്റ് എവർ ഡീൽസ് എന്ന് പറഞ്ഞിട്ട് iPhone 15 ഒരു വിലയും അതേപോലെ തന്നെ iPhone 14 മറ്റൊരു വിലയും കാണാം. എനിക്ക് തോന്നുന്നു എന്താ പറയുക, നോർമലി മറ്റുള്ള സമയത്തുള്ളതിനേക്കാളും എക്സ്ട്രാ ഡിസ്കൗണ്ടിൽ ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പ്രോഡക്റ്റുകൾ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് പ്രൈസ് ഡീൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ കുറേ ഫോണുകളുടെ മോഡൽസ് ഒക്കെ കൊടുത്തിട്ട് അതിന് ഇത്ര രൂപയായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എന്താ പറയുക, ജസ്റ്റ് ഒരു കോമയും കുത്തുമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും ആ ഒരു റേറ്റ് എന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും അത് ഓഫർ വരുമ്പോഴത്തേക്ക് ഞാൻ വേണമെങ്കിൽ നോർമലി ഉള്ള ഓഫറിനേക്കാൾ ഒരു റേറ്റ് കുറച്ചിട്ടാണെങ്കിൽ അത് പറയാൻ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അത് പറയത്തുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഈ വീഡിയോയുടെ അല്ലെങ്കിൽ അടുത്ത് വരുന്ന വീഡിയോകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റിന് ഞാൻ അങ്ങോട്ട് റിപ്ലൈയും തരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു റിപ്പബ്ലിക് ഡേ സെയിലിൽ നോർമലി ഇപ്പോൾ വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഓഫർ എന്നുള്ള രീതിക്ക് ഫ്ലിപ്കാർട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുവാണ് 1000 രൂപയ്ക്കുള്ളിൽ ഒരു ഇയർബഡ് വാങ്ങിക്കുവാണെങ്കിൽ ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട്. ഒന്നെങ്കിൽ നിങ്ങൾ അത് കാണാൻ പോവുക. ഇനി അതല്ല, നിങ്ങൾ 161 വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഉറപ്പായിട്ടും 899 രൂപയ്ക്ക് താഴെ വരുന്നെങ്കിൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ 899 കിട്ടുന്നെങ്കിൽ വാങ്ങിക്കണം. അതിൽ കൂടുതലായിട്ട് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വീണ്ടും കാശ് കുറയാൻ ചാൻസ് ഉണ്ട്. കൂടാതെ 131 ഒരു ഹാഫ് ഇൻ ഇയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് 799 വരുന്നെങ്കിൽ വാങ്ങിക്കുക. ഇനി അതല്ല, എയർഡോപ്സ് ആൽഫ ഉണ്ടല്ലോ, അത് നല്ലൊരു ഹാഫ് ഇൻ ഇയർ ആണ്. ചില ആൾക്കാർക്ക് പക്ഷേ ഇയർ പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും അതില്ല. എന്നാൽ ഒരു ഹാഫ് ഇൻ ഇയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കേട്ടോ. അതും ഒരു 899 വരുന്നെങ്കിൽ വാങ്ങിക്കുക. നോർമലി 999 കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത്. എന്തായാലും 899 വരുന്നെങ്കിൽ അത് വാങ്ങിച്ചോളൂ എന്ന് പറയാം കേട്ടോ. ഇനി നിങ്ങളിപ്പോൾ 1000 രൂപയ്ക്ക് മുകളിൽ, പ്രത്യേകിച്ച് 1500 താഴെ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയണത് റിയൽമി ടെക് ലൈഫിൻ്റെ ബഡ്സ് T100 ഉണ്ടല്ലോ, 1499 നോർമൽ റേറ്റ്. എന്നാൽ അതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ബോൾട്ടിൻ്റെ Z40 Pro ആണെങ്കിലും ഒരു കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടെന്നാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ 2 പ്രോഡക്റ്റുകളായിരിക്കും. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100. പിന്നെ ഓഫർ ഇല്ലെങ്കിലും 1500 രൂപയ്ക്ക് അത് വർത്താണ് കേട്ടോ. ഇനി ഓപ്പോയുടെ എൻകോ ബഡ്സ് 2 ഉണ്ടല്ലോ, അതും 1500 രൂപയ്ക്ക് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും T100നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 2 ആയിരിക്കും. സോ അതിലേക്ക് പോകാം. പൊതുവേ ഓപ്പോ എൻകോ ബഡ്സ് 2 1500 താഴെ വരാൻ ചാൻസ് കുറവാണ്. 1299, 1499 വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബില്യൺ ഡേയ്സിൽ. കൂടാതെ 2000 താഴെ ഒരു ഇയർബഡ് ഏതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ 2 എണ്ണം പറയും. ഒന്ന് റിയൽമി ബഡ്സ്
T300. കൂടാതെ നമ്മുടെ ബോട്ട് നിർവാണ അയോൺ ANC വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2000 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ട് ANC ഈ ഒരു അയോൺ ANC നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ T300ലേക്ക് പോകാൻ. എന്നാലും 1790 നിർവാണ അയോൺ കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് പോയിക്കോളൂ. നിർവാണ അയോണും അയോൺ ANC തമ്മിലുള്ള ആകെ ഡിഫറൻസ് ANCയിലുണ്ട്, അയോണിനകത്ത് എന്താ പറയുക ANC ഇല്ല എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ANC എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. സോ 2000 രൂപ റേഞ്ചിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. കൂടാതെ 2500 രൂപയ്ക്കുള്ളിലാണെങ്കിൽ ഞാൻ പറയുന്നത് റിയൽമി ബഡ്സ് എയർ 5 ഉണ്ട്. അത് ചിലപ്പോൾ 2699 വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ വാങ്ങിക്കണേ. അല്ലെങ്കിൽ ഇപ്പോൾ ബോട്ടിൻ്റെ തന്നെ വേണമെങ്കിൽ 2499 രൂപയാണ് നിർവാണ അയോൺ ANC. പക്ഷേ അത് 2299 2199 വരുന്നെങ്കിൽ അതിലേക്കും പോയിക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കൂടാതെ നോട്ട് ബഡ്സ് 2R നല്ലൊരു ഓപ്ഷനാണ്. ANC-ലാന്നേ ഉള്ളൂ, പക്ഷേ 1999 അല്ലെങ്കിൽ 2099 ആ ഒരു റേഞ്ചിലേക്ക് കിട്ടുന്നെങ്കിൽ അതിലേക്കും പോകാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും 1000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കുന്നെങ്കിൽ 131 അല്ലെങ്കിൽ 161 131 Pro കൂടാതെ നമ്മുടെ ബോൾട്ടിൻ്റെ W40 എല്ലാം നല്ല ഓപ്ഷൻസ് ആണ്. ഇനി 1500 അകത്താണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് നമ്മുടെ റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 തന്നെയാണ്. കൂടാതെ നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 2 വരുന്നെങ്കിൽ അതും വാങ്ങിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ബോൾട്ടിൻ്റെ വേണമെങ്കിൽ ഈ ഒരു Z40 Proയിലും വാങ്ങിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി 2000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ നിർവാണ അയോൺ, അതേപോലെ തന്നെ റിയൽമി ബഡ്സ് T300. 2500-നുള്ളിലാണെങ്കിൽ നോട്ട് ബഡ്സ് 2R, അതല്ലെങ്കിൽ നിർവാണ അയോൺ ANC. കൂടാതെ നമ്മുടെ റിയൽമി ബഡ്സ് എയർ 5 ഒരു 2699 രൂപയ്ക്ക് വരുന്നെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അത് ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഷെയർ ആയിട്ടും ഒക്കെ തരിക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.